ഇടതുപക്ഷ അനുഭാവിയായിരുന്ന നടൻ പ്രേംകുമാർ കഴക്കൂട്ടത്ത് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമാണ്. പ്രേംകുമാറിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം നഷ്ടമായതിനെ തുടർന്നുള്ള ചർച്ചകളുടെ അവസാനമാണ് ഈ സംഭവവികാസം. തനിക്ക് മുറിവേറ്റുമെന്നാണ് പ്രേംകുമാറിന്റെ പ്രതികരണം. സന്ദീപ്, കഴക്കൂട്ടത്ത് പ്രേംകുമാർ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കഴക്കൂട്ടത്ത് പ്രേംകുമാറിന് സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യത്തെക്കാളും ആപ്റ്റാവുന്നത് കോൺഗ്രസിന് സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. കാരണം സാമുദായികമായിട്ട് പ്രേംകുമാറിനുള്ള സാധ്യതകളെ ചൂഷണം ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശമേ എനിക്കതിൽ കാണാൻ കഴിയുന്നു. പ്രേംകുമാറിന് എത്രത്തോളം അവിടെ കഴക്കൂട്ടത്തെ സ്ഥിതി നമുക്കറിയുന്നതാണ്. 3-ം സ്ഥാനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരാ, വളരെ പിന്നിലാണ് അവർ കിടക്കുന്നത്. സ്വന്തം മണ്ഡലമായിരുന്നു. സ്വന്തം മണ്ഡലം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ഹോൾഡായിരുന്ന, അതായത് ഘടകകക്ഷികളെ വരെ നിർത്തിയിട്ട് ജയിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. MV രാഘവനെ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ആന്റണി ജയിച്ചിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ. അപ്പോൾ അത്തരം ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ അവരുടെ സ്ഥിതി അതിദയനീയമാണ്. അപ്പം അവിടെ ഒരു വളരെ കരിസ്മയുള്ള നല്ലൊരു നേതാവിനെ നിർത്തിയിട്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതല്ല അവരുടെ ഉദ്ദേശം. പകരം മറിച്ച് പ്രേംകുമാറിനെ പോലെ ഒരാളെ നിർത്തി അയാളുടെ സാമുദായികമായിട്ടുള്ള പശ്ചാത്തലം വെച്ചിട്ടുള്ള വോട്ടുകളുടെ ഒരു ടെൻഡൻസി UDFന് അനുകൂലമാക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്ത കൂടെ അതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വാർത്തകളും വരുന്നുണ്ട്. പൊതുവെ നാടാർ വോട്ടുകൾ തിരുവനന്തപുരത്ത് അവർക്ക് ശക്തമായിട്ടുള്ളൊരു നവോത്ഥാന സമര പാരമ്പര്യമൊക്കെ ഉള്ള ഒരു സമുദായമാണ്. അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്യുന്ന, അതിനെ ഏറ്റെടുത്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ കൂടെ അവരിപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDFന് അത് ഗുണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ആ ഒരു ഇതിൽ ചെറിയ വിള്ളലോ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്താൻ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് UDF നടത്തുന്നത്. കൂടാതെ UDFനെ സംബന്ധിച്ച് അവിടെ വളരെ പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ട് എന്നാണ് കാണുന്നത്. അതെ, നമ്മളിപ്പോൾ 2011 കണക്കെടുത്താൽ അവിടെ UDF ആയിരുന്നു ജയിച്ചത്. 2015 MA വാഹിദായിരുന്നു. അതിനുശേഷം അതിന് താഴെയായിരുന്നു CPM സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിക്ക് വെറും 7500 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. പക്ഷേ 2016 സാഹചര്യം താകിടം മറിഞ്ഞതാണ്. UDF മൂന്നാമത് പോയി, BJP രണ്ടാമത് വന്നു. അത് വമ്പം വോട്ട്, 7000 നിന്ന് ഇത്രയും വോട്ട് പിടിച്ചാണ് അവർ രണ്ടാമത്. അപ്പം UDFന്റെ വോട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ട് കാണാവുന്ന കാര്യമാണ്. പക്ഷേ UDFന്റെ വാദങ്ങളിൽ എപ്പോഴും പറയുന്നത് LDFും BJPയും കൂടിയിട്ടുള്ള ഒരു നീക്കുപോക്ക് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അവരതൊരു മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് പാർട്ടിക്കകത്ത് അവർ ചിന്തിക്കുകയും അതുപോലെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വീഴ്ചകളുണ്ടോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ വീഴ്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ, ഇതിലൊക്കെ ഒരു വിലയിരുത്തലോ മറ്റോ നടത്തിയിട്ട് പുറത്ത് ഇങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് രണ്ടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരേതെങ്കിലും തരത്തിലൊരു കറക്ഷന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഘടകകക്ഷികളെയൊക്കെ പ്രയാസത്തിലാക്കുന്നതിൽ അവർ ഇപ്പോഴും ഉത്സാഹം കാണിക്കുന്നത് വലിയ അത്ഭുതമാണ്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ നമ്മളറിയാവുന്നതാണ്. വളരെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാക്കി, സ്വന്തം സ്ഥാനാർത്ഥികൾ നിർത്തുന്നുള്ള ഭീഷണി വരെ ഇപ്പോൾ ഇതാ 10 സീറ്റിൽ നിന്ന് 4 സീറ്റിലേക്ക് ചുരുക്കാൻ, അല്ലെങ്കിൽ 4 സീറ്റ് അവർ ഏറ്റെടുക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നു. ജയിക്കാത്ത മണ്ഡലങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഘടകകക്ഷികൾ അവരുടെ ഉത്സാഹം കിട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ ലോജിക്കൊന്നും വർക്കാവില്ല. അവരെല്ലായിടത്തും അവരുടേതായിട്ടുള്ള വോട്ടുകളും അവരുടേതായിട്ടുള്ള പ്രവർത്തകരും ഉള്ളതാണ്. അപ്പോൾ ഘടകകക്ഷി ക്ഷീണിച്ചാൽ ഇത് മുമ്പോട്ട് പോകുന്ന കേസല്ല. പിന്നെ സന്ദീപ്, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, 2016 കാര്യം നമ്മൾ പറഞ്ഞു. ഏകദേശം ഒരു 6000-7000 വോട്ടുകൾ ഭൂരിപക്ഷം മാത്രമേ കടകംപള്ളിക്ക് ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നത് 2016 അപ്പം അത്ര ഉള്ളായിരുന്നു. പക്ഷെ അത് വീണ്ടും ഉയർത്താൻ കടകംപള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് ആ മണ്ഡലത്തിന്റെ CPMന്റെ സ്വാധീനമാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പൊ 2021 ബലം കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും UDFന് അവിടെ ഒരു വിജയം, അത് കാര്യമായ മത്സരം അല്ലെങ്കിൽ വർക്ക് നടന്നാൽ മാത്രമേ അവിടെ വിജയം സാധ്യമാവുള്ളൂ. അപ്പൊ അതാണ് 2021 തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. 2016 V മുരളീധരന്റെ വരവ്, ഒരു കരിസ്മയുള്ള ഒരു നേതാവിന്റെ വരവ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കിയത്. 42,732 വോട്ട്, അവിശ്വസനീയമായിട്ടുള്ള ഉയർത്തലായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയ ഒരു സംഗതിയായിരുന്നു.
പിന്നീട് ശോഭ വന്നപ്പോഴും ആ ഒരു എമൗണ്ടിലേക്ക് ഒരു 2000 വോട്ടൊക്കെ താഴെയാണ് ശോഭ വന്നത് തോന്നുന്നു. അല്ല, 23,497 ആയിരുന്നു കടമ്പള്ളിയായിട്ടുള്ള ഭൂരിപക്ഷം. ശോഭയ്ക്കല്ല, അതായത് മുരളീധരൻ ശോഭ വന്നപ്പോ ഭൂരിപക്ഷം കടകംപള്ളിക്ക് ഭൂരിപക്ഷം ഉയർത്താനായി ഒരല്പം കുറയുകയും ചെയ്തു ശോഭ. അതെ. അപ്പോൾ നല്ല നേതാക്കൾ വരുമ്പോൾ നല്ല തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് BJP-യോട്, നല്ലൊരു വലിയ പോസിറ്റീവാണ്. ഇത്തവണ ഒരു പക്ഷേ അവർക്ക് അത് കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കും. കാരണം പ്രത്യേകിച്ച് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ, പിന്നെ അത് നമുക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നണികൾക്ക് കിട്ടിയ വോട്ട്, അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും മുന്നണികൾക്ക് വോട്ട്, നമുക്ക് കഴക്കൂട്ടം മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുന്നണികൾക്ക് കിട്ടിയ വോട്ട്, അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റി നോക്കുമ്പോഴത്തേക്കും അവിടെ LDF-ന് ആധിപത്യം ഉണ്ട്. 41,000 വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കഴക്കൂട്ടം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ കിട്ടിയ വോട്ട് 41,000 പക്ഷേ NDA വോട്ട് 40,000 ആയി. അതായത് 1000 സംതിങ് ആയി അവർ തമ്മിലുള്ള മാർജിൻ ആണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം UDF-ന്റെ കിട്ടിയ വോട്ട്, ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ കിട്ടിയ വോട്ട് 29,000 കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അതായത് 2025 കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 33,000 വോട്ട് SS ലാൻഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ കഴക്കൂട്ടത്ത് NDA മുന്നിൽ വന്നിരുന്നു. അങ്ങനെ 9 മണ്ഡലങ്ങളിൽ ഒന്ന്, അത് NDA മുമ്പിലെത്തിയ 9 മണ്ഡലങ്ങളിൽ ഒന്ന് കഴക്കൂട്ടമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്കാണ്, ഇത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് പ്രേംകുമാർ പോലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നത്. അവര് ശരിയാണ്, ഇവര് BJP-യിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന അവർക്ക് നഷ്ടമായ വോട്ടുകൾ എത്രയാണെങ്കിലും അത് മണ്ഡലം തിരിച്ചു പിടിക്കൽ നടക്കില്ല. പക്ഷെ സ്റ്റിൽ ഇവർക്ക് ഗുണം ചെയ്യും, LDF-ന് അത് ഗുണം ചെയ്യും. ഇപ്പൊ മുരളീധരൻ നിയമത്തിന്റെ കാര്യം പറയാറുള്ളത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്നാണല്ലോ. മണ്ഡലം അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം അവകാശപ്പെടാറുള്ളത് BJP-യിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അപ്പൊ അതുപോലൊരു അവകാശവാദം വേണമെങ്കിൽ ഉന്നയിക്കാന്ന് മാത്രം. പ്രേംകുമാറിന് എത്രത്തോളം മണ്ഡലത്തിൽ വിജയം എത്രത്തോളം സാധ്യമാണെന്നുള്ളത് സംശയിക്കണം. പക്ഷെ സന്ദീപ്, അവസാനമായിട്ട് പറയുകയാണെങ്കിൽ പ്രേംകുമാർ മത്സരിക്കുമോ? അതിന് ഇപ്പം തന്നെ നമുക്കറിയാം, പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ CPM നേതാക്കളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കടമ്പള്ളി തന്നെ പ്രേംകുമാറിന്റെ വീട്ടിൽ പോയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആളെ. മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ? പ്രേംകുമാറിന് സംഭവിച്ചിട്ടുള്ള ഒരു വേദന ചെറുതല്ല, അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. മുറിവേറ്റം തന്നെയാണ്. കാരണം പുല്ലിന്റെ വില കൊടുത്തില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. ഇപ്പോൾ സച്ചിദാനന്ദനോട് അത് ചെയ്യുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കാൻ ന്യായമാണ്. സച്ചിദാനന്ദൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതേ സ്റ്റാച്ചറുള്ള പദവിയാണത്. അതെ, സംവിധായകൻ രഞ്ജിത്ത് ഒഴിഞ്ഞ ശേഷമാണ്, ആ സമയത്തേക്കാണ് ഈ ഒരു പദവിയിലൂടെ പ്രേംകുമാർ വരുന്നത്. അതിനുശേഷം ഒരുപാട് IFK പോലുള്ള പരിപാടികളൊക്കെ നടന്നു. അതൊക്കെ പ്രേംകുമാറാണ് കൊണ്ടുപോയത്, ഭംഗിയായിട്ട് കൊണ്ടുപോയത്. ഒരു പരാതികളും ഇല്ലാതെയാണ് പ്രേംകുമാർ കൊണ്ടുപോയത്. അപ്പോൾ ആ പരാതിക്ക് വളരെ ന്യായമുണ്ട്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ആ ഒരു വൈകാരികതയുടെ ഒരു ആനുകൂല്യം കൂടി അയാൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അങ്ങേറെ ഒരു പ്രത്യേകത, വളരെ ആത്മാർത്ഥത ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതിന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന ആളാണ്, പണ്ടത്തെ KSUക്കാരനാന്നൊക്കെ പറയാൻ പറയുന്നത്. ഒരു സാധ്യത കൂടെ തുറന്നിടുന്നുണ്ട്. അതെ. അപ്പം ഭാവിയിൽ എന്താ പ്രേംകുമാറിന്റെ നീക്കങ്ങൾ നമുക്ക് കണ്ടറിയാം. എന്താകാൻ കഴക്കൂട്ടത്തെ സാധ്യതയെന്നും നമുക്ക് കണ്ടറിയാം.